ഏപ്രിൽ കലങ്ങിയ പൂരം ഒക്ടോബറിൽ കണ്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെമ്മാതിരി ദൗർഭാഗ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ നാളുകളിൽ എല്ലാ മനുഷ്യർ പറയുന്നു അത് കലങ്ങി, ഞങ്ങൾ കണ്ടതാണ്. ആര് കലങ്ങി? ഇവിടെ ഒന്നും കലങ്ങിയിട്ടില്ല, പതിവ് പോലെ നടന്നു മുമ്പിൽ പറഞ്ഞേ. അതിന്റെ ഇടയിൽ എന്തോ ഒരു തിക്കും തിരക്കും ഉണ്ടായി. അതപ്പോ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ADGP അവിടെ ഉണ്ടായിരുന്നു, മൂപ്പരത് പരിഹരിച്ചിട്ടുണ്ട്. എന്നാ ഇത്രയും കാലം പറഞ്ഞത് ഇന്നിപ്പോ എന്തായാലും സമ്മതിച്ചു, കലങ്ങി. കലങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ച് ADGP കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം കൂടി നടത്താൻ തീരുമാനിച്ചു. CPIക്ക് ആശ്വാസമായോ? CPIക്ക് തൽക്കാലം ആശ്വാസമാകാൻ വേണ്ടി പൂരം റിപ്പോർട്ടിന്റെ മേൽ ഒരു അന്വേഷണത്തിന് കൂടി പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിന്റെ കൂടെ ഇന്റലിജൻസ് അന്വേഷിക്കും. ADGP മനോജ് എബ്രഹാം. വിജിലൻസ് അന്വേഷിക്കും, അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇനി DGPയുടെ വക മൂന്നാമത്തെ അന്വേഷണം. ഈ മൂന്ന് അന്വേഷണവും ആർക്കെതിരെയാണ് നടക്കുന്നത്? ADGP അജിത് കുമാറിനെതിരെ. കേരള പോലീസിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുകയാണ്. ഈ വിദ്വാൻ എവിടെ ഇരിക്കുന്നത്? ഈ വിദ്വാന്റെ കയ്യിലാണ് കേരളത്തിലെ ക്രമസമാധാന പാലനം. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് 3 പേരിങ്ങനെ വട്ടം കറങ്ങി അന്വേഷിക്കുകയാണ്. കലങ്ങിയ പൂരം പോലെ തന്നെ അതിനേക്കാൾ കലങ്ങിയ ഒരു അന്വേഷണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ആളുകളെ വട്ടം കറക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായ ഒരു ദൗത്യം. അതിനിടയിൽ ഓരോ ദിവസവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ ചില നമ്പറുകൾ ഇടുകയാണ്. അതിന്റെ പുറകെ ആളുകൾ ഇങ്ങനെ പോകണം. പോകുമ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട്, ഉത്സവപ്പറമ്പിലെ കള്ളൻ എന്നൊരു പ്രയോഗമുണ്ട്. ഞങ്ങളുടെ ഓണാട്ടുകരയിലുള്ളതാണ്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്താ ഈ കള്ളന്റെ പ്രത്യേകത? കള്ളൻ മാല പൊട്ടിക്കും. മാല പൊട്ടിച്ചിട്ട് ഇദ്ദേഹം ഓടും. ഓടുമ്പോ ഇദ്ദേഹം പറയും, ദേ കള്ളൻ മാല പൊട്ടിച്ചെന്ന് ഇയാൾ തന്നെ പറയും. അപ്പൊ കണ്ടു നിൽക്കുന്നവർ എന്താ വിചാരിക്കുക? ഇയാൾ വേറൊരു കള്ളന്റെ പുറകെ ഓടുകയാണ്. കള്ളന്റെ പുറകെ ഓടുന്ന രക്ഷാപ്രവർത്തകനായി കള്ളനെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇയാളുടെ കൂടെ ആളുകളെല്ലാം ഓടും. ആൾക്കൂട്ടം വന്ന് മുന്നോട്ട് പോകുമ്പോ ഇദ്ദേഹം ചെയ്യും, വന്നിടത്തേക്കൊന്ന് തിരിച്ചു പോകും. കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇയാളെ കാണൂല, മാലയും കാണില്ല. ഈ ഉത്സവപ്പറമ്പിലെ കള്ളന്റെ പണിയാണ് ഇപ്പോൾ കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ആൾത്തിരക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി ഇതിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ കള്ളന്റെ പിറകെ ഓടാനല്ല, കള്ളനെ പിടിക്കാനാണ് ജനാധിപത്യ കേരളം ഉണർന്നിരിക്കുന്നത് എന്ന താക്കീതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് നൽകാനുള്ളത്. എന്താ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ മാത്രം ഉണ്ടായതാണോ? ഇത് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനമായ ഒരു പ്രശ്നം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായ സഖാവ് പിണറായി വിജയൻ, അദ്ദേഹം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുമായി ഒരു തുരങ്ക സൗഹൃദത്തിലാണ്. മുകളിൽ കൂടെ നോക്കിയാൽ കാണില്ല, അടിയിലൂടെ ഉണ്ട്. മുകളിൽ കൂടെ നോക്കിയാൽ വലിയ ശത്രുതയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അടിയിലൂടെ ഗാഢമായൊരു സൗഹൃദമാണ്. ആ സൗഹൃദത്തിന്റെ ഭാഗമായി കേരളത്തിലെ പോലീസ് സേനയെ RSSന് വിട്ടുകൊടുത്തിരിക്കുന്നു. RSS എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദ വംശീയ പ്രസ്ഥാനമാണ്.
ആ വംശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ എന്തെല്ലാമാണ് നടത്തിയിട്ടുള്ളത് എന്നതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ആ RSS ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് RSSന്റെ പ്രതിനിധിയാണ്. ഇന്ത്യയിൽ ഈ ഭരണകൂടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പലതരം അപകടങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, സവിശേഷമായി മുസ്ലിങ്ങൾ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏകപക്ഷീയമായ വംശീയ ആക്രമണങ്ങളാണ് ഈ ജനസാമാന്യത്തിനെതിരെ അഴിച്ചുവിടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം മുന്നിലും പിറകിലും ഈ വംശീയ പ്രസ്ഥാനമാണ്. ഈ വംശീയ പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിന് രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അധികാരം, സ്വാധീനം എത്രത്തോളം രാജ്യത്തിന്റെ മേഖലകളിൽ നിന്ന്, വിവിധ മേഖലകളിൽ നിന്ന് കുറക്കാൻ കഴിയും എന്ന പരിശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആ പരിശ്രമത്തിൽ സുപ്രധാനമായ ഒരു മുന്നേറ്റം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. RSSന്റെ നേതൃത്വത്തിലുള്ള ഈ BJPയുടെ സീറ്റ് കുറഞ്ഞു, ഗണ്യമായ തോതിൽ കുറഞ്ഞു. 400 സീറ്റ് ഞങ്ങൾ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ സംഘടിതമായി ഒരുമിച്ച് നിന്നു. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തന്നെ ഇല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ ഫലമായി BJPയുടെയും RSSന്റെയും സ്വാധീനം പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ BJP ഭരിക്കാത്ത ഒരു സംസ്ഥാനം, BJPയെ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് RSS ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ സുന്ദരമായി ആലോചിക്കുന്നത് പോലെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എത്രത്തോളം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തെ ജനങ്ങളാകെ RSSനെതിരെ അണിനിരക്കുന്നു, അതിനെതിരെ ഒരുമിച്ച് നിന്ന് പോരടിക്കുന്നു. അതിന്റെ ഭാഗമായി വരുന്ന പലതരം നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരടക്കം ജയിലിൽ പോകേണ്ടി വരുന്നു, ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അനാവശ്യമായ കേസുകളിൽപ്പെടുത്തി നിരവധി പേരെ, ചെറുപ്പക്കാരെ ജയിലിലടച്ചിരിക്കുന്നു. 5-6 വർഷമായിട്ടും ജാമ്യമില്ല, വിചാരണയില്ല, ജാമ്യമില്ല. തടങ്കൽ പാളയത്തിൽ ഏകാന്ത തടവിൽ അടക്കപ്പെടേണ്ടി വരുന്ന നിരവധി ചെറുപ്പക്കാർ രാജ്യത്തെ ജയിലുകളിൽ കഴിയുകയാണ്. വഴിവിട്ട് നിൽക്കുന്ന ആളുകളെ അടിച്ചുകൊല്ലുന്നു. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്. RSSനെതിരായി നിലപാടെടുക്കുന്ന എല്ലാ മനുഷ്യരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ വംശീയ പ്രസ്ഥാനത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തേണ്ടത് ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് പിന്തുണ കൊടുക്കേണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഭരണ മേഖലകളിൽ, സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ RSSും BJPയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടുന്ന ഒരു സംസ്ഥാനത്ത് ഇതെല്ലാം RSSന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വിട്ടുകൊടുക്കുന്നു എന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഈ കാലത്തോട്, ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയ അക്രമം, ചതി, വഞ്ചന എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണോ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് അധികാരത്തിലെത്തിയത്? എങ്കിൽ BJP ഇവിടെ ഉണ്ടല്ലോ. BJPക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അപരൻ എന്തിനാണ് ഈ സംസ്ഥാനത്ത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, 2016 മുതൽ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന സന്ദർഭം മുതൽ കേരളത്തിൽ വെൽഫെയർ പാർട്ടിയും CPMഉം പിണറായി വിജയനുമായി ഒരു സംവാദം നടക്കുന്നുണ്ട്, ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആ സംവാദത്തിൽ ഞങ്ങൾ അന്നു മുതൽ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്
കേരളത്തിലെ പോലീസ് സേന ഇടതുപക്ഷത്തിന്റെയോ മുഖ്യമന്ത്രിയുടെയോ നിയന്ത്രണത്തിലല്ല. ഈ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് RSS ആണ്, BJP ആണ്. നാഗപ്പൂരിലുള്ള RSS ആസ്ഥാനത്തിരിക്കുന്ന RSSന്റെ വിദ്വാൻമാരാണ്. അതിന്റെ ലക്ഷണങ്ങൾ അനവധി ഈ കേരളത്തിൽ പ്രകടമാണ്. പക്ഷേ CPM-കാർ സമ്മതിച്ചിട്ടില്ല, മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല. അവർ പറയുന്നതല്ല, ഇത് ഞങ്ങൾ AKG സെന്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസാണ്. പക്ഷേ AKG സെന്ററിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസിന്റെ ഉപദേഷ്ടാവായിട്ട് വന്നതാരാ? RSSന്റെ പശ്ചാത്തലമുള്ള RSSകാരെന്ന് മുമ്പ് CPM-കാർ തന്നെ വിളിച്ചിട്ടുള്ള വർഗീയവാദ മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനെന്ന് 1991 കാലയളവിൽ കേരളത്തിലെ CPM നേതാക്കൾ തന്നെ വിശേഷിപ്പിച്ച റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ രമൺ ശ്രീവാസ്തവ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവായി വന്നത്? അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന്റെ രാഷ്ട്രീയം എന്താ? അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് അനിവാര്യമാകുന്ന സാഹചര്യം, ഭരണപരമായ സാഹചര്യം എന്താ? ഇതിന്നും കേരളത്തോട് വിശദീകരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഖാക്കളെ, CPM പ്രവർത്തകരെ, നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ചോദിക്കൂ, എന്തുകൊണ്ടാണ് രമൺ ശ്രീവാസ്തവയുടെ ഉപദേശം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് അനിവാര്യമാകുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു അനിവാര്യതയുണ്ടോ? സംഘപരിവാർ പശ്ചാത്തലമുണ്ട്. സിറാജുൽ നിസയെ പാലക്കാട് പുതുപ്പള്ളിത്തെരുവിൽ ഒരു കലാപമുണ്ടാക്കുന്ന സാഹചര്യത്തിലുണ്ടാക്കി. ആ സാഹചര്യത്തിൽ വെടിവെപ്പ് നടത്തി സിറാജുൽ നിസ എന്ന് പറയുന്ന ഒരു കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചത് UDF ആണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി K. കരുണാകരനാണെന്ന് പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷമാണ്. അങ്ങനെ ഇടതുപക്ഷം ആരോപണമുന്നയിച്ച ഒരു സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവുമായി വരേണ്ട അനിവാര്യത എന്തായിരുന്നു എന്ന് വൈകിയ സന്ദർഭത്തിലെങ്കിലും നിങ്ങൾ സമ്മേളനങ്ങളിൽ ചോദിക്കണം. അവിടെ നിന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആ വരവ്, ആ നിയമനം ആരുടേതായിരുന്നു? അന്നു മുതൽ ഞങ്ങൾ പറയുന്നതാണ്, ഈ നിയമനത്തിന്റെ പിന്നിൽ RSS ആണ്. ഈ നിയമനത്തിന്റെ പിന്നിൽ സംഘപരിവാറാണ്. ഇങ്ങനെ ഒരു മാധ്യമ ഉപദേഷ്ടാവ്, ഒരു ആഭ്യന്തര ഉപദേഷ്ടാവ് ആ സ്ഥാനത്ത് വന്നിട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് സാധൂകരിക്കുന്നതായിരുന്നു. ഏറ്റുമുട്ടൽ കൊല കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ച പോലീസ് എൻകൗണ്ടറിൽ ആളുകളെ വെടിവെച്ചു കൊല്ലുക എന്ന് പറയുന്ന സംഭവം 2016 ശേഷം 8 തവണയാണ് നടന്നത്. അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും രക്ഷയില്ലാതായി. സംഘപരിവാറുകാർ പ്രതികളാകുന്ന കേസുകൾ അനായാസേന ഊരിപ്പോകാൻ പറ്റുന്നു. പാർട്ടി നേതാക്കന്മാർ പ്രതികളാകുന്ന കേസുകളിൽ കിട്ടാത്ത ആനുകൂല്യങ്ങൾ സംഘപരിവാർ നേതാക്കൾ പ്രതികളാകുന്ന കേസുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേസുകൾ ദുർബലമാകുന്നു, പ്രതികൾ രക്ഷപ്പെടുന്നു, വിചാരണയിൽ തെളിവുകളില്ലാതാകുന്നു, പോലീസിന്റെ അന്വേഷണം സകല മേഖലകളിലും വഴിതെറ്റിപ്പോകുന്നു. ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചു, ഈ പോക്ക് അപകടമാണ്. കേരളത്തിലെ പോലീസ് സംഘപരിവാറിന്റെ ഒരു കേന്ദ്രമായി മാറുന്നു. ഇത് തടയണം എന്ന് കേരളത്തോട് 8 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഇറങ്ങിപ്പോയ PV അൻവർ പുറപ്പെടുവിച്ച പ്രസ്താവനയല്ല. വെൽഫെയർ പാർട്ടി 8 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തോട് പറഞ്ഞ കാര്യം വൈകി നിങ്ങളുടെ കൂടാരത്തിലെ ഒരു MLAക്ക് വിളിച്ചു പറയേണ്ടി വന്നു എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ആരിൽ നിന്നുമല്ല ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. പ്രിയമുള്ളവരെ, അത് മാത്രമാണോ? ആ ആഭ്യന്തര ഉപദേഷ്ടാവിന്റെ കൂടെ തന്നെ വന്നിരുന്ന DGP ലോകനാഥ് ബെഹ്റ, അദ്ദേഹം ഇപ്പോൾ കൊച്ചിൻ മെട്രോയുടെ CMD ആണ്. അദ്ദേഹം കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിടുന്നേയില്ല. അദ്ദേഹം മറ്റൊരു സംസ്ഥാനക്കാരനാണ്. DGP പദവി കഴിഞ്ഞ് അദ്ദേഹത്തെ വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം പോകല്ലേ എന്ന് പറഞ്ഞു പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. 4-5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് കൊച്ചിൻ മെട്രോയുടെ CMD ആയി ലോകനാഥ് ബെഹ്റയെ വിരാട് ഇരുത്തിയിരിക്കുകയാണ്.
കാരണം ഇനി ബഹറ പോയിട്ട് അൻവർ പറയുന്നത് പോലെ വല്ലതും പുറത്തു പോയിട്ട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണോ ഈ ജാതി പുനരധിവാസം എന്ന് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ തുടങ്ങിയാൽ ഏതാണ്ട് കേരളത്തിലെ മിക്കവാറും RSSകാരെ ഈ മുഖ്യമന്ത്രി തന്നെ പുനരധിവസിപ്പിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ, കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ. ആ DGP എന്താ കേരളത്തിൽ കാട്ടിക്കൂട്ടിയത്? നിരപരാധികളുടെ പേരിൽ കള്ളക്കേസ് ചുമത്തുക. ഡിവൈഎഫ്ഐക്കാർക്കെതിരെ കേസെടുത്തു. അലൻ താഹ, 2 ചെറുപ്പക്കാർ. അവർ വൈകുന്നേരം റോഡ് വക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെ പോയി പിടിച്ചുകൊണ്ടുപോയി UAP ചുമത്തി അകത്താക്കി. അതിനെക്കുറിച്ച് രാജ്യത്ത് വലിയ വിവാദമുണ്ടായി. എന്താണ് ആ കുട്ടിയെ ചെയ്തത്? എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഏതെങ്കിലും വിധ്വംസക പ്രവർത്തനത്തിൽ പങ്കെടുത്തോ? അവരുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തോ? എന്തെങ്കിലും മാരകമായ വല്ലതുമുണ്ടോ? ആകെ കേരള പോലീസ് കണ്ടെത്തിയത് അവരുടെ കയ്യിൽ വളരെ അപകടകരമായ സ്ഫോടനശേഷിയുള്ള ഒരു ലഘുലേഖയുടെ 2 പേജ് ഉണ്ടായിരുന്നു എന്നാണ്. തപ്പിപ്പോയപ്പോൾ കിട്ടിയതാണ് 2 പേജ് ലഘുലേഖ. ഈ 2 പേജ് ലഘുലേഖയ്ക്ക് ഇത്രമാത്രം സ്ഫോടനശേഷി ഉണ്ട് എന്ന് അന്നാണ് കേരളം മനസ്സിലാക്കിയത്. ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിയിട്ടില്ല. പക്ഷെ അതിനെയും വന്നിരുന്ന മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറഞ്ഞു, അവർ ചായ കുടിക്കാനല്ല പോയത്. സംഘപരിവാറിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന ഈ കത്തിൽ വാറണ്ടല്ലോ എഴുത്ത്, അത് പിണറായി വിജയൻ ഇപ്പോഴല്ല വായിക്കാൻ തുടങ്ങിയത്. 2016 മുതൽ വായിക്കുന്നത് സംഘപരിവാർ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന ഈ ചീട്ടും വെച്ചുകൊണ്ടാണ് 8 കൊല്ലമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്നലെ മിനിയാനും തുടങ്ങിയതല്ല. കേരള പോലീസ് സംബന്ധമായി വരുന്ന ഏത് ആരോപണങ്ങൾ വരുമ്പോഴും ആ പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട്, പോലീസിലെ RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി 8 വർഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഉപയോഗിക്കുന്ന ഈ അവരണ്ട രേഖകൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പാർട്ടിക്കാരെ അടക്കം ആ DGPയുടെ ഭരണകാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ടു, മാരകമായി മർദ്ദിച്ചു, കേസുകളിൽ അകപ്പെടുത്തി, അവരെ ഭീകരമായ അവസ്ഥയിലേക്ക് മാറ്റി. എന്തെങ്കിലും ചെയ്തോ? എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. നിങ്ങൾ മനസ്സിലാക്കിയോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? പോലീസ് സേനയുടെ ആത്മവീര്യം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നല്ല, പോലീസിനെ RSSകാരുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കേരളത്തോട് പറയുന്നത്. അതാണ് ഇപ്പോൾ തെളിയുന്നത്. DGP എതിരാണ്, ചുറ്റുഭാഗത്തുള്ള മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരെതിരാണ്, മുന്നണിയിലെ 2ാമത്തെ പ്രധാന ഘടകകക്ഷിയുടെ സെക്രട്ടറി ബിനോയ് വിശ്വമെതിരാണ്, കൂടെ നിൽക്കുന്ന MLA എതിരാണ്. പാർട്ടിക്ക് അകത്ത് ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ ആത്മവീര്യം കെടുത്തുന്നത് ഞാൻ ചെയ്യില്ല. ആരുടെ ആത്മവീര്യം? ADGP അജിത് കുമാറിന്റെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആരായി ADGP അജിത് കുമാർ? നിങ്ങൾ മനസ്സിലാക്കണം, കേരള പോലീസിൽ RSSന് ശാഖയുണ്ട്. RSSന് ശാഖ നാട്ടിൻപുറത്ത് മാത്രമല്ല ഉള്ളത്. RSSന്റെ ഏറ്റവും പ്രധാനമായ ശാഖ പ്രവർത്തിക്കുന്നത് കേരള പോലീസിലാണ്. ആ ശാഖയുടെ, കേരള പോലീസിലെ RSS ശാഖയുടെ കാര്യവാഹകാണ് MR അജിത് കുമാർ. ADGP MR അജിത് കുമാർ എന്തുകൊണ്ടാണ് ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടത്? RSSന്റെ ജനറൽ സെക്രട്ടറി രാംമാധവനെ കണ്ടത്? വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച നടത്തിയെന്തിനാ? ഞാൻ പറയുന്നത്, ഞാൻ അജിത് കുമാറിനെ കുറ്റം പറയില്ല. കാരണം എന്താ? അദ്ദേഹത്തെ നിയോഗിച്ചവരോടാണ് അദ്ദേഹം ചർച്ച നടത്തേണ്ടത്. അദ്ദേഹം പിണറായി വിജയനോടല്ല ചർച്ച നടത്തേണ്ടത്. അദ്ദേഹം പിണറായി വിജയനിൽ നിന്നല്ല ഉപദേശം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഉപദേശം സ്വീകരിക്കുന്നത് RSSൽ നിന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇടക്കിടക്ക് പോയി RSS നേതാക്കളെ കാണുന്നതിന്റെ കാര്യം. കേരള പോലീസിലെ RSS ശാഖയുടെ കാര്യമായ MR അജിത് കുമാറിന് RSSൽ നിന്ന് തന്നെയാണ് നിർദ്ദേശം കിട്ടേണ്ടതെന്നതുകൊണ്ടാണ് അദ്ദേഹം പോയി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് DGP ആണ് കാണേണ്ടത്, മുഖ്യമന്ത്രിയാണ് കാണേണ്ടത്.
ആഭ്യന്തര സെക്രട്ടറിയാണ് കാണേണ്ടത്, ചീഫ് സെക്രട്ടറിയാണ് കാണേണ്ടത്. അദ്ദേഹം എന്തിനാണ് ഈ ഒളിച്ചും പാത്തും ഈ RSS നേതാക്കന്മാരെ കാണാൻ പോകുന്നത്? അതാണ് നമ്മൾ കേരളം ചോദിക്കുന്ന ഒരു ചോദ്യം. MR അജിത് കുമാറിന് RSS കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് ഒരു പൂരം കലക്കൽ മാത്രമല്ല. MR അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥന് RSS കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ MR അജിത് കുമാറിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി ഒരു ഉന്നത പോലീസ് സംവിധാനം, ഒരു ജുഡീഷ്യൽ എൻക്വയറി അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ചോദിക്കണം, എന്താണ് കേരളത്തിലെ പോലീസ് സേനയിൽ RSSന്റെ താല്പര്യമായി നടപ്പാക്കാൻ എന്തെല്ലാം കരാറാണ് താങ്കൾക്ക് നൽകിയിരിക്കുന്നത് എന്ന ചോദ്യം ചെയ്യലിന് ധൈര്യമുണ്ടോ പിണറായി വിജയന് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ അന്വേഷണ പ്രഹസനം നടത്തുന്നതിന് പകരം MR അജിത് കുമാറിനെ ഇരുത്തി ചോദിക്കൂ, നിങ്ങൾ എന്താണ് കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അത് പൂരം കലക്കലിൽ നിൽക്കുന്നോ? സുരേഷ് ഗോപിയെ തൃശൂരിന്റെ MP ആക്കുക എന്ന ഒറ്റ കരാർ നിൽക്കുന്നോ? കേരളത്തിന്റെ സമ്പൂർണ്ണ ഭരണം RSSന്റെയും BJPയുടെയും കയ്യിലെത്തിക്കുന്നതിന് കേരള പോലീസിനെ തന്ത്രപരമായി ഉപയോഗിക്കുക എന്ന കരാറാണ് MR അജിത് കുമാർ എന്ന RSS സഹയാത്രികന് RSS നൽകിയിരിക്കുന്നത് എന്നാണ് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ 2026 31 നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിന്റെ ഭരണം BJPയുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ, സാമൂഹിക കാലാവസ്ഥ കേരളത്തിൽ നിർമ്മിച്ചെടുക്കുന്നതിന് പോലീസ് സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന കരാറാണ് RSS MR അജിത് കുമാർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, RSSന്റെ കരാർ നടപ്പിലാക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന RSSന്റെ പാർട്ണറായി പിണറായി വിജയൻ അകപ്പതിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി റിയാസ് ഇപ്പൊ മറ്റു പലർക്കും സൈലന്റ് പാർട്ണർ ഉണ്ടാക്കാൻ നടക്കുകയാണ്. റിയാസെ, ആർക്കാണ്ട് സൈലന്റ് പാർട്ണറെ ഉണ്ടാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിനും RSSനും CPMനുമുള്ള RSSന്റെ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താൻ ആ സമയം ചിലവഴിക്കണമെന്നാണ് എനിക്ക് ആ മന്ത്രിയോട് ഉപദേശിക്കാനുള്ളത്. വല്ലോന്റെ പാർട്ണറെ നോക്കി നടന്ന അടിയാധാരടക്കം പോകും. അവരൊക്കെ ഇവിടെ നിൽക്കൂ. നിങ്ങൾ അടിയാധാരം കൊണ്ടുപോകുന്ന കരാറുമായിട്ടാണ് ഈ അജിത് കുമാർ ഇരിക്കുന്നത്. അങ്ങനത്തെ സ്ലീപ്പർ സെല്ലുകൾ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് RSSന് മാത്രമേ, പോലീസിന് മാത്രമേ RSSന് സെല്ലുള്ളതാണ്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ആ സെല്ലിൽ പോലീസിൽ മാത്രമല്ല CPMനകത്തും RSSന്റെ സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അത്തരം നേതാക്കന്മാർ പെട്ടെന്ന് തന്നെ വളരെ രോഷാകുലരായി ഇറങ്ങുന്നത്. ആരൊക്കെയാണ് CPMലെ RSS സ്ലീപ്പർ സെല്ലിലെ അംഗങ്ങൾ എന്ന് കണ്ടെത്താൻ കൂടി ഒരു അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. ആ അന്വേഷണം നടത്താൻ മാത്രം ശേഷി CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ടോ എന്നറിയില്ല. എന്നാലും ഞാൻ ആവശ്യപ്പെടുന്നു, അവശേഷിക്കുന്ന ശേഷി വെച്ചിട്ട് കേരളത്തിലെ CPMനകത്ത് പ്രവർത്തിക്കുന്ന RSS ഫ്രാക്ഷനെ കണ്ടെത്താൻ കൂടി നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ അന്യം നിന്നു പോകും. ഈ പാർട്ടി BJP വിഴുങ്ങും. പുന്നപ്ര വയലാറിൽ നിന്നാണ് വരുന്നത്. പുന്നപ്ര വയലാറിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ നാട്ടിൽ പുന്നപ്ര വയലാർ സമരം നടന്ന സ്ഥലത്ത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താണ്. CPMന്റെ അവിടെ 1ാം സ്ഥാനത്ത് നിന്ന് CPM 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോ ആ സ്ഥാനത്തേക്ക് കയറി വന്നത് BJPയാണ്. BJPയുടെ പ്രതിനിധിയാണ് അവിടെ 2ാം സ്ഥാനത്ത് വന്നത്. ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിൽ 2 മണ്ഡലങ്ങളിൽ CPM 3ാം സ്ഥാനത്താണ്. മറ്റ് 2 മണ്ഡലങ്ങളിൽ CPMും BJPയും തമ്മിലുള്ള വ്യത്യാസം വളരെ കുറഞ്ഞ വോട്ടാണ്. എവിടേക്കാണ് നിങ്ങളുടെ വോട്ട് പോയത്? എവിടേക്കാണ് നിങ്ങളുടെ അനുയായികൾ പോയത്? RSSുമായുള്ള ഈ സഹവാസത്തിലൂടെ BJPയെ വളരെ സ്വാഭാവികവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ അനുയായികൾക്ക് RSSുമായുള്ള അകലം കുറഞ്ഞിരിക്കുന്നു, BJPയുമായുള്ള അകലം കുറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ വളരെ പ്രധാനമായ ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമാണ് തൃശൂരിലെ അന്തിക്കാട്.
ആ അന്തിക്കാട് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. കെ പി രാജേന്ദ്രൻ, സുനിൽകുമാർ, അതുപോലെ തന്നെ മുകന്ദൻ, ഒരുപാട് CPM MLA-മാരുടെ, നേതാക്കളുടെ, മുൻമന്ത്രിമാരുടെ സ്ഥലമാണ് അന്തിക്കാട്. ആ അന്തിക്കാട്ടെ ബൂത്തുകളിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ വോട്ടിന് സംഭവിച്ചത്? നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാനിതാ പറഞ്ഞത്, CPM-നെ BJP വിഴുങ്ങും. CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടിനുമേൽ BJP-യുടെ കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കടന്നുകയറ്റത്തിന് വഴി തുറന്നത് കേരളത്തിലെ മറ്റേതെങ്കിലും പാർട്ടിയല്ല, കേരളത്തിലെ മറ്റേതെങ്കിലും കക്ഷിയല്ല. CPM-ന്റെ വോട്ട് ബാങ്കിലേക്ക് BJP-ക്ക് കടന്നു വരാൻ സൗകര്യം കൊടുത്ത ഒരേ ഒരാളുണ്ട്. ആ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ സഖാക്കൾ തിരിച്ചറിയണം. നിങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് BJP-ക്ക് ഇരച്ചു കയറാൻ കഴിയുന്ന ഈ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിനാണ് ഈ കഴിഞ്ഞ 8 വർഷത്തെ ഭരണകാലത്തിന്റെ വലിയൊരു കാലയളവ് ഉപയോഗിച്ചത്. അങ്ങനെ RSS ഇപ്പോൾ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MR രവികുമാർ എന്ന ഉദ്യോഗസ്ഥൻ നിൽക്കുകയില്ല ഈ കാര്യങ്ങൾ. നേരത്തെ കൈരളി TV തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പഠന ഗവേഷണ കേന്ദ്രത്തിൽ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം നടന്നു. ഈ വിവേകാനന്ദ പഠന കേന്ദ്രം RSS-ന്റെ കേന്ദ്രമാണ്. വിവേകാനന്ദ പഠന കേന്ദ്രത്തിൽ, RSS-ന്റെ പഠന കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ കേരളത്തിലെ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു എന്ന് കൈരളി TV തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ആ ഉദ്യോഗസ്ഥന്മാർ MR രജികുമാർ എന്ന് നിൽക്കുകയില്ല. നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസ് സേനയിൽ. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ചത്, പണ്ടത്തതുപോലെ കേരളത്തിൽ ഇനി ഒരു കാര്യവും നടക്കില്ല, കേരള പോലീസിൽ മിടുമിടുക്കന്മാരായ RSS-കാരുണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അബദ്ധത്തിൽ പറഞ്ഞതല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയപ്പോ ആവേശം കൊണ്ട് ശോഭാ സുരേന്ദ്രൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് പറയാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലേക്ക് കേരളത്തിലെ BJP-യും RSS-ഉം എത്തിച്ചേർന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരള പോലീസിൽ ഞങ്ങൾക്ക് സ്വന്തക്കാരുണ്ട്, ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പോലീസ് സേനയിൽ നടത്തിയെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ പോലീസ് സംവിധാനത്തിലുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുന്ന ഒരു നിലയിലേക്ക് കേരളത്തിലെ RSS BJP നേതാക്കന്മാരെ എത്തിച്ചേർന്നു എന്നാണ് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സ്ഥിതി എങ്ങനെ ഉണ്ടായി അന്വേഷിക്കണ്ടേ? എങ്ങനെയാണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അങ്ങനെ കാര്യങ്ങൾ എത്തി എന്നത് വളരെ വ്യക്തമായിരിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSS സൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. RSS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ പോലീസ് സേനയിലും ഇടതുപക്ഷത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. പണ്ടേ ഈ കാര്യങ്ങൾ 2016 മുതൽ ഞങ്ങൾ പറയുകയാണ്. അത് പറയുമ്പോഴെല്ലാം പറയുന്നവരെ ഭീകരവാദിയാക്കുക, പറയുന്നവരെ തീവ്രവാദിയാക്കുക, പറയുന്നവരെ മതമൗലികവാദിയാക്കുക, അവർക്ക് പ്രത്യേക ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. CPM-കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒറ്റമൂലി ചികിത്സ നിർത്തണം. നിങ്ങളുടെ ഈ പ്രശ്നത്തിന് കാരണം ഈ ഒറ്റമൂലി ചികിത്സയാണ്. എന്തു വന്നാലും ഒരൊറ്റ ചികിത്സയാണ്. അത് ഇസ്ലാമിക തീവ്രവാദികൾ, ന്യൂനപക്ഷ വർഗീയവാദികൾ, മതമൗലികവാദികൾ, ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പറഞ്ഞ് ഈ ഒറ്റമൂലി ചികിത്സയുടെ കാലം കഴിഞ്ഞു. സഹോദരങ്ങളെ, പല രോഗങ്ങൾക്ക് പലതരം മരുന്ന് ആരോഗ്യ മേഖലയിൽ നല്ല വികാസം ഉണ്ടായിട്ടുണ്ട്. ഓരോ രോഗത്തിനും ഓരോ മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പഴയ മരുന്ന് തന്നെ ഉപയോഗിച്ച് എല്ലാ അസുഖവും മാറ്റിക്കളയാമെന്ന് വിചാരിക്കുന്നതിന് പകരം ഏതെങ്കിലും നല്ല വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് ആ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിർണയിച്ച് അതിനാവശ്യമായ ചികിത്സ നടത്തി മര്യാദക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം രോഗമുണ്ടെന്ന് പറയുന്നവന് എതിരെ ഈ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടുന്ന ആ ഒറ്റമൂലി ചികിത്സ കയ്യിൽ വെച്ചാൽ മതി. അതിന് ചെലവാകില്ല. അത് കേരളത്തിൽ ചെലവാകില്ല എന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ നടത്തിയ പ്രസ്താവന വിഴുങ്ങേണ്ടി വന്നത്. സെപ്റ്റംബർ 21-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് ആളുകൾ പേടിക്കുന്നത്? മലപ്പുറത്ത് ഇത്രയധികം സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു, ഇത്ര കോടിയുടെ കള്ളപ്പണം വന്നുകൊണ്ടിരിക്കുന്നു. ഏതായി മലപ്പുറം?
കരിപ്പൂർ എയർപോർട്ടിലൂടെ പലതും വരുന്നു. കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലൂടെയും വരുന്നുണ്ട്. കേരളത്തിലെ പ്രമാദമായ സ്വർണ്ണക്കടത്ത് ഏതാ? നയതന്ത്ര ബാഗിലൂടെ സ്വർണം കൊണ്ടുവന്നതാണ്. കിലോ കണക്കിന് സ്വർണം നയതന്ത്ര ബാഗിലൂടെ കൊണ്ടുവന്ന എയർപോർട്ട് ഏതാണ്? തിരുവനന്തപുരം എയർപോർട്ടാണ്. ആരാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, ഒരു വനിത, പ്രധാനപ്പെട്ട കുറെ റാക്കറ്റുകൾ. അവരുടെ നേതൃത്വത്തിലാണ് UAE എംബസിയുടെ നയതന്ത്ര ബാഗിൽ വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവന്ന് ഇവിടെ കൈമാറ്റം ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ഒരു ക്രിമിനൽ തലസ്ഥാനമാണെന്ന് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു വലിയ ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിലൂടെ ധാരാളക്കണക്കിന് സ്വർണം വരുന്നുണ്ട്, കള്ളപ്പണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞു എറണാകുളം ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരു ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. അതേസമയം കരിപ്പൂർ എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ പേര് തന്നെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. ആ എയർപോർട്ടിലൂടെ വന്നിട്ടുള്ള സ്വർണത്തെ വെച്ചുകൊണ്ട്, ആ എയർപോർട്ടിലൂടെ വരുന്ന കള്ളപ്പണത്തെ വെച്ചുകൊണ്ട് മലപ്പുറം ജില്ല ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ സെപ്റ്റംബർ 21 തന്നെ പറഞ്ഞു. സെപ്റ്റംബർ 21 തന്നെ വെൽഫെയർ പാർട്ടി മാധ്യമങ്ങൾക്ക് നൽകിയ പത്രക്കുറിപ്പിൽ ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് RSSന് വേണ്ടിയിട്ടുള്ള ഒരു പാസിംഗ് ആണ്. RSSന് ഗോൾ മുഖത്തേക്ക് ഗോൾ അടിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന RSSന് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന ഒരു പാസാണ് ഇത്. നിങ്ങൾ എന്താ കണ്ടത്? പിറ്റേന്ന് ജന്മഭൂമി കണ്ടു, അന്ന് രാത്രി കണ്ടു, ജനം TV ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മലപ്പുറം ഇത്തരം കള്ളക്കടത്തുകളുടെ ഒരു കേന്ദ്രമാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ മാധ്യമങ്ങളും അതൊരു വലിയ വാർത്തയായി ചിത്രീകരിക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാകാൻ കാരണം? സത്യസന്ധമാണോ ഈ നിലപാട്? കേരളത്തിലെ ക്രൈമുകൾ എടുത്താൽ, കേരള പോലീസിന്റെ ക്രൈം പട്ടിക എടുത്താൽ 4ാം സ്ഥാനത്ത് മാത്രമാണ് മലപ്പുറം ജില്ല. അതിന് മുകളിൽ 3 ജില്ലയുണ്ട്. കുറ്റകൃത്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇനി മലപ്പുറം ജില്ല തന്നെ എടുത്തു നോക്കൂ. മലപ്പുറം ജില്ലയിൽ ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം എപ്പോഴാണ് വർദ്ധിച്ചത്? RSSന്റെ മറ്റൊരു ഉദ്യോഗസ്ഥൻ, RSS താൽപര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരാൾ മാത്രമല്ല പോലീസ് സേനയിൽ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥനാണ് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്. ഈ വിദ്വാൻ എത്ര കൊല്ലം മലപ്പുറത്ത് തുടർന്നത്? 3 വർഷം. നിങ്ങൾക്കറിയുമോ ഏതെങ്കിലും ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇത്രയും തുടർച്ചയായ കാലം ഒരു ജില്ലയിൽ പോലീസ് സൂപ്രണ്ടായി ഇരിക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഇല്ല. ഈ വിദ്വാൻ ഇരുന്നു. ഈ വിദ്വാൻ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് CM എന്നല്ല, സർ എന്നല്ല, പിന്നെയോ അങ്കിൾ എന്നാണ്. മുഖ്യമന്ത്രി അങ്കിൾ, പിണറായി അങ്കിൾ എന്നൊരു സ്നേഹം നിലനിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ഈ അങ്കിൾ വിളി മുഖ്യമന്ത്രി പിണറായി വിജയനും സുജിത് ദാസും തമ്മിലുള്ള അങ്കിൾ വിളിയല്ല. ഇത് RSSും പിണറായി വിജയനും തമ്മിലുള്ള അങ്കിൾ വിളിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അങ്കിൾ വിളിച്ച് 3 കൊല്ലം തുടർന്നു. വിദ്വാൻ മലപ്പുറത്ത് വരുമ്പോ കേസ് എത്രയാ? വളരെ കുറഞ്ഞ കേസ്. അദ്ദേഹത്തിന്റെ കാര്യമായ പണി കേസിന്റെ എണ്ണം കൂട്ടുക. മൾട്ടിപ്പിൾ FIR, ഒരു കേസിൽ തന്നെ 3-4 FIR. കൃത്രിമമായ കേസുണ്ടാക്കാൻ വേണ്ടി ഡാൻസാഫ് എന്ന് പറയുന്ന പോലീസ് സേനയിൽ ഒരു ക്രിമിനൽ വിഭാഗത്തെ ഉണ്ടാക്കി അവരെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായി കേസുണ്ടാക്കുന്നു. ചെറുപ്പക്കാർ പറയുന്നുണ്ടല്ലോ, പോലീസ് ചെയ്തത് ഞങ്ങളുടെ വാഹനം റോഡിലൂടെ പോകുമ്പോ ആ വാഹനത്തിന്റെ ഉള്ളിലേക്ക് മരുന്ന് കവറുകൾ ഇടുകയാണ്. എന്നിട്ട് പെട്ടെന്ന് വളയുന്നു. എന്നിട്ട് അതിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. മയക്കുമരുന്ന് കണ്ടെത്തി. കേരള പോലീസിന് കയ്യിൽ മയക്കുമരുന്നുണ്ട്. നമ്മൾ ടെലിഫോൺ സംഭാഷണം കേട്ടല്ലോ. പോലീസും മയക്കുമരുന്ന് വ്യാപാരികളുമായി സംസാരിക്കുന്നു. ഞങ്ങൾക്ക് മയക്കുമരുന്ന് ആവശ്യമുണ്ട്, എത്തിച്ചു തരണം. എന്തിനാ? പോലീസ് സേനയ്ക്ക് കിറുങ്ങാനാ? അല്ല, ആളുകളെ മണ്ടക്ക് വെച്ച് കെട്ടി കേസുണ്ടാക്കാൻ.
നിരപരാധികളായ ചെറുപ്പക്കാരെ അകത്താക്കാൻ അങ്ങനെ ഒരു സംഘർഷത്തിലാണ് താമർ ജഫ്രി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ താനൂരിൽ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. ഇടിച്ചു കൊന്നവനെ SP നേരിട്ട് നിയന്ത്രണത്തിലുള്ള സംഘമാണ് ഇടിച്ചു കൊന്നത്. പക്ഷെ അതിലും ഈ സർക്കാർ എന്താ ചെയ്തത്? SP ഒന്നും ചെയ്തില്ല. ആകെ ചെയ്തത് താനൂരിലെ SI, ആ SI-ക്കെതിരെ കേസെടുത്തു. അയാളെ സമ്മർദ്ദത്തിലായി. BP കൂടി, അയാളെ കാണാനില്ല. ഒടുവിൽ അദ്ദേഹത്തെ തിരൂരിലെ DYSP ബെന്നി അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ടെലിഫോൺ സംഭാഷണം നമ്മൾ കേട്ടു. ആ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, സാറേ CBI ഏറ്റെടുക്കുമെന്നാണ് കേൾക്കുന്നത്. നമ്മൾ പ്രതികളെ ഇടിക്കുന്നത് പോലെ CBI നമ്മളെ ഇടിക്കൂ. ഇടിച്ചിട്ടുള്ള വിദ്യ അറിയത്തുള്ളൂ. നമ്മൾ ആളുകളെ ഇടിക്കുന്നത് പോലെ CBI നമ്മളെ ഇടിക്കൂ. ഇടിക്കൂലടാ, നീ പേടിക്കണ്ട, നീ അങ്ങ് പിടികൊടുത്താൽ മതി, നീ ഇങ്ങ് പോരി, ഒന്നും സംഭവിക്കൂല, നമ്മൾ സംരക്ഷിക്കും. ഒരു CBI-യും വരില്ല. സുജിത് ദാസിനെ അന്വേഷിക്കാൻ, SP സുജിത് ദാസ് നടത്തിയ പ്രവർത്തനം അന്വേഷിക്കാൻ ഒരന്വേഷണ ഏജൻസി വരില്ല. എന്താ ചെയ്തത്? അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയെടുത്തില്ല. മലപ്പുറം ജില്ലയിൽ വ്യാപകമായ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ചെയ്തത്, സുജിത് ദാസിന് ലേശം പരിശീലനക്കുറവുണ്ട്, അതുകൊണ്ട് ഹൈദരാബാദിലെ പരിശീലന കേന്ദ്രത്തിൽ പോയി അദ്ദേഹം കുറച്ചുകൂടി ഇരിക്കാനുള്ള വിദ്യ ആക്കുക. ഈ നടത്തിയൊന്നും പോരാഞ്ഞിട്ട് കുറെ കൂടി RSSന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശീലനക്കുറവുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പരിശീലനത്തിൽ അയച്ചു. പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വന്ന സുജിത് ദാസിന് പത്തനംതിട്ട SP സ്ഥാനം കൊടുത്തു. നിങ്ങൾ ആലോചിക്കണം, ഇടതുപക്ഷ സഖാക്കൾ, CPM പ്രവർത്തകർ, നിങ്ങൾ നിങ്ങളുടെ നേതാക്കളോട് ചോദിക്കണം, RSSന് വേണ്ടി എന്തിനാണ് ഈ ഓവർ ടൈം പണി കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്തത് എന്ന് നിങ്ങൾ ചോദിക്കണ്ടേ? ആ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി. ആ നരേശനിൽ നിന്നിട്ടാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. മലപ്പുറത്ത് ഇങ്ങനെ കുറ്റകൃത്യങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പറഞ്ഞത് പോരാഞ്ഞിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയി ദ ഹിന്ദു എന്ന് പറയുന്ന ദേശീയ ദിനപത്രത്തിന് അഭിമുഖം കൊടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ഒരു പത്രമാണ്. അതിന്റെ എഡിറ്റർ എൻറാം ഒരു CPM അനുഭാവിയാണ്. ആ ഹിന്ദുവിൽ പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ ഹിന്ദു ഓഫീസിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കോൾ ചെയ്താൽ മതി. കേരള CM-ന് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ സൗകര്യം ഒരുക്കണം. ആ നിമിഷം ഹിന്ദു അതിനുള്ള സൗകര്യം ഒരുക്കും. കാര്യം CPM-ഉം പിണറായി വിജയനും ഹിന്ദുവൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പക്ഷെ സംഭവിച്ചത് എന്താ? ഇപ്പൊ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്, ഹരിപ്പാട് മുൻ MLA PK ദേവകുമാറിന്റെ മകൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഹിന്ദുവിന് ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തിരിഞ്ഞായി കാര്യങ്ങൾ. MLA-യുടെ മകൻ, മുൻ MLA-യുടെ മകൻ. അൻവർ പറയുന്നത് പാർട്ടി സെക്രട്ടറിക്ക് പോലും മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പോഴാണ് മുൻ MLA-യുടെ മകൻ വന്നിട്ട് ചോദിക്കുന്നു, അല്ല സഖാവേ, ഒരു ഇന്റർവ്യൂ അങ്ങ് കൊടുത്താലോ? ആയിക്കോട്ടെ, നീ വിളിച്ചോ. അങ്ങനെ ഹിന്ദുവിൽ നിന്നൊരാൾ വരുന്നു, ഡെപ്യൂട്ടി എഡിറ്റർ, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് വരുന്നു. ഇന്റർവ്യൂവിന് വരുമ്പോ അവിടെ രണ്ടാണ്, ഇപ്പുറത്ത് രണ്ടാണ്, ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ കണ്ടല്ലേ, മസ്കറ്റ് ഹോട്ടലിലേക്ക് പിണറായി വിജയൻ ചർച്ചയ്ക്ക് പോകുമ്പോ ആ വഴിയിൽ നിന്ന് മാധ്യമപ്രവർത്തകര് എന്തോ ഒന്ന് ചോദിക്കാൻ വന്നപ്പോഴാണ് മുമ്പിൽ പറഞ്ഞ് കടക്ക് പുറത്തുണ്ട്. മാധ്യമപ്രവർത്തകരെ കണ്ടാൽ തന്നെ പിണറായി വിജയന് കലിയാണ്. അങ്ങനെയുള്ള പിണറായി വിജയൻ ഒരു ദേശീയ ദിനപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററുമായി ഇന്റർവ്യൂ നടത്തുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി രണ്ടാണ്. അതിനെക്കുറിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പറഞ്ഞു, അതെനിക്ക് ഓർമ്മയില്ല, അതെനിക്ക് അറിയില്ല, എനിക്കത് മനസ്സിലായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു ഇന്റർവ്യൂ നടത്തും. CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി, എന്തിന് ഈ നാട്ടിലെ തൃശൂരിലെ MLA, അയാൾ ഒരു മാധ്യമ സ്ഥാപനം ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാളല്ലാത്ത വേറൊരാൾ, ഒരു അപരിചിതൻ അവരുണ്ടാകാൻ പാടുണ്ടോ? അങ്ങനെ നടക്കോ? അങ്ങനെ നടക്കൂല. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. മാധ്യമം പിറ്റേ ദിവസം ഹിന്ദു അത് പ്രസിദ്ധീകരിച്ചു, 1-ാം പേജിൽ. എന്താ റിപ്പോർട്ട്? മലപ്പുറവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കപ്പെടുന്നു, ഈ പണം പോകുന്നത് എങ്ങോട്ടാണ് എന്ന് കണ്ടെത്തണം.
ഇങ്ങനെ ദുരൂഹമായ ഒരു ജനതയെ, ഒരു ജില്ലയെ, അവിടെ ജീവിക്കുന്ന മനുഷ്യരെ മുഴുവൻ ഭീകരവാദികളും കുറ്റവാളികളുമാക്കി മാറ്റുന്നതിനുള്ള ഒരു നരേഷൻ, ഒരു സ്ക്രിപ്റ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്റർവ്യൂ ആയി പുറത്തുവിടുകയാണ്. ആ ഇന്റർവ്യൂ പിറ്റേന്ന് തന്നെ പത്രം പ്രസിദ്ധീകരിച്ചു. അതിനെ തുടർന്ന് ആ നിമിഷം മുതൽ കേരളത്തിൽ ചർച്ച ആരംഭിച്ചു. വലിയ ഡിബേറ്റ് കേരളത്തിൽ നടക്കുന്നു. അന്ന് വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ ചാനലുകളും എടുത്ത വിഷയം മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവിലേക്ക് സിപിഎമ്മിന്റെ പ്രതിനിധികൾ പങ്കെടുത്തു. നിങ്ങൾക്കറിയാമല്ലോ സിപിഎമ്മിന്റെ ഘടന മാധ്യമ സ്ഥാപനങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ, വൈകുന്നേരം നടത്തുന്ന ചർച്ചകളിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനും പ്രതിനിധിയെ നേരിട്ട് വിളിക്കാൻ കഴിയില്ല. സിപിഎമ്മിന്റെ ഓഫീസിൽ AKG സെന്ററിൽ വിളിക്കണം. അവിടുത്തെ മാധ്യമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവുണ്ടാകും. ആ നേതാവിനെയാണ് മാധ്യമ സ്ഥാപനം ബന്ധപ്പെടേണ്ടത്. ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ ഇന്ന് വൈകുന്നേരം ഇന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്, സിപിഎമ്മിന്റെ പ്രതിനിധി അയച്ചു തരണം. പാർട്ടി ഓഫീസിൽ നിന്നാണ് അറിയിക്കുന്നത്, നിങ്ങളുടെ ചാനലിലേക്ക് ഇന്ന സഖാവാണ് വരുന്നത്. ആ നിയമനം നടക്കുന്നത് പാർട്ടിയാണ്. അങ്ങനെ അയക്കപ്പെട്ട പ്രതിനിധികൾ ആ ദിവസം നടന്ന മുഴുവൻ ചർച്ചയിലും മുഖ്യമന്ത്രിയുടെ ഡൽഹി ഇന്റർവ്യൂവിനെ ന്യായീകരിച്ചു, തളർന്നു, വശകേടായി, വിഷമിച്ചു. ഉത്തരമില്ലാതെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടിട്ടും പാർട്ടിയോടുള്ള പ്രതിബദ്ധത കൊണ്ട് അവര് ആ ജോലി ചെയ്തു. അപ്പോഴെങ്കിലും അവരോട് പറയണ്ടേ, എടാ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് ഏതോ ഒരുത്തം പറഞ്ഞതാണ്, അതെന്റെ മണ്ടക്ക് വെച്ച് കെട്ടിയതാണ് എന്നൊരൊറ്റ വരി ഈ പോകുന്നവന്റെ കയ്യിൽ കുടിച്ചു കൊടുത്താൽ എന്തൊരു സൗകര്യം. ആ പോകുന്ന പ്രതിനിധിക്ക് പറയാം, ഇത് ഞങ്ങളുടെ സഖാവ് പറഞ്ഞതല്ല, ഇത് ഞങ്ങളുടെ സഖാവിന്റെ മണ്ടക്ക് വെച്ചതാണ് എന്ന് പറഞ്ഞാൽ ആ ചർച്ചയിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. ആ നിമിഷവും പറഞ്ഞില്ല. പിറ്റേ ദിവസം വീണ്ടും വിവാദം കത്തുന്നു. മലപ്പുറം ജില്ലയിൽ ആകെ ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നു. ഈ ജില്ലയെ അപമാനിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന വികാരമുണ്ടാകുന്നു. അങ്ങനെ വന്നപ്പോഴാണ് പിണറായി വിജയന് കാര്യം മനസ്സിലായത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്, ഇത് പ്രശ്നമാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അത് മാധ്യമ സ്ഥാപനം അഡീഷണലായി ചേർത്തതാണ്. അപ്പൊ കോർട്ട് പന്തെവിടെത്തി, പന്ത് ഹിന്ദുവിന്റെ കോർട്ടിലെത്തി. അപ്പൊ ഹിന്ദു അവരുടെ കോർട്ടിൽ ഇങ്ങനെ കളിക്കണ്ടെന്ന് വിചാരിച്ചു ഹിന്ദു ഒരു വിശദീകരണ കുറിപ്പ് കൊടുത്തു. ഇത് നടന്ന സംഭവം ഞങ്ങൾ അങ്ങോട്ട് ഇന്റർവ്യൂലൊന്നും പോയതല്ല, മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ഞങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂവിൽ സമ്മതിച്ചതാണ്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോ ആ PR ഏജൻസിയുടെ ആൾക്കാർ പറഞ്ഞു, ഇതും കൂടി എഴുതി ചേർത്തോളൂ എന്ന് പറഞ്ഞ് അതിലേക്ക് അവർ എഴുതി ചേർത്തത്. ഞങ്ങളുടെ വക ഒന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല എന്നാണ് ഹിന്ദു അതിൽ നൽകിയ വിശദീകരണം. ഏതാ ഈ PR ഏജൻസി? കൈസർ എന്ന് പറയുന്ന PR ഏജൻസി ആണ് പിന്നീട് ചിത്രത്തിൽ വരുന്നത്. ഈ ഏജൻസി സംഘപരിവാർ ബന്ധമുള്ള ഏജൻസിയാണ്. ഈ ഏജൻസി സംഘപരിവാറിന് ഇന്ത്യയിൽ വിപുലമായ തോതിൽ PR ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസിയാണ്. ആ ഏജൻസി ഒരു സംഘപരിവാർ പശ്ചാത്തലമുള്ള ഒരു PR കമ്പനിക്ക്, ഒരു ഇടതുപക്ഷ പാർട്ടി CPMന്റെ മുഖ്യമന്ത്രി PR വർക്ക് കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയുടെ പോലീസ്, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല RSS ഉള്ളത്, മുഖ്യമന്ത്രിയുടെ PR ഏജൻസിയും RSSന്റെ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആഭ്യന്തരം മാത്രമല്ല, PR ഏജൻസിയും RSSന്റേതാണ്. ആ ഏജൻസിയാണ് ഈ വിഷലിപ്തമായ വംശീയ മുൻവിധിയുള്ള ഈ സംഗതി ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോ അതെനിക്കറിയില്ല എന്ന മറുപടി കൊണ്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ട. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനാധിപത്യ പ്രതിരോധ മനസ്സുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ തെരുവിൽ വിചാരണ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനക്കറിയില്ലെന്ന മറുപടി എന്ന ചിരി കൊണ്ട് ഇതങ്ങ് മറച്ചു വെച്ച് കളയാം എന്ന് വിചാരിക്കേണ്ടതില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മുഖ്യമന്ത്രിക്ക് സ്വന്തമായ PR സംവിധാനമുണ്ട്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, 1 ലക്ഷം രൂപയുടെ മുതൽ ശമ്പളം കൈപ്പറ്റുന്ന പ്രസ് സെക്രട്ടറി ഉണ്ട്, മാധ്യമ ഉപദേഷ്ടാവുണ്ട്. ഇവരൊന്നും കൂടാതെ ഒരു ദിനപത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നതിന് RSS പശ്ചാത്തലമുള്ള ഒരു PR ഏജൻസി എങ്ങനെ കടന്നു വരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം.
മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര ഉപദേഷ്ടാവിനെ നിയോഗിച്ച അതേ കൂട്ടര് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയെ നിശ്ചയിച്ചു കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും കേരളം കൂടുതൽ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇത് ഉന്നയിക്കുമ്പോൾ ഇതിനെ നേരിടാൻ CPMന്റെ കയ്യിലുള്ളത് വംശീയമായ മുൻവിധിയാണ്. മുസ്ലിം തീവ്രവാദികളാണ് പിന്നിൽ. അൻവർ ഇത്രയും കാലം CPMന്റെ കൂടെ നിന്ന സഖാവാണ്. 8 കൊല്ലം പിണറായി വിജയന്റെ കൂടെ നിന്ന് ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുകയായിരുന്നു അൻവർ. ആ ചീത്ത വിളിക്കുമ്പോ അൻവറിന് പ്രോത്സാഹനം കൊടുത്തു. വിളിക്കടാ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ അൻവർ വിളിക്കാവുന്നതിന്റെ പരമാവധി വിളിച്ചു. ആ അൻവർ ഒരു ദിവസം മനസ്സിലാക്കി, ഈ വിളി കൊണ്ട് കാര്യമില്ല, ഇതെങ്ങോട്ടാ പോണത്. അൻവറിന് ചില ആവശ്യങ്ങൾ വന്നിട്ടുണ്ടാകും. അൻവർ ഉന്നയിച്ച ചില കേസുകളിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയിട്ടുണ്ടാകില്ല. പോലീസിൽ നടക്കുന്ന ഈ കളി അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം വെളിപ്പെടുത്തിയ അപകടകരമായ ഒരു കാര്യമുണ്ട്. എന്താണ്? കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. വിദേശത്തു നിന്ന് സ്വർണം വരുന്നു. ആ സ്വർണം വന്നാൽ അത് പിടിക്കാനുള്ള സംവിധാനം കസ്റ്റംസിനുണ്ട്. കേരളത്തിലെ ഏത് എയർപോർട്ടിനേക്കാളും മികച്ച സ്കാനർ സൗകര്യമുള്ളത് കരിപ്പൂരിലാണ്. ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളാണ് കരിപ്പൂരിലുള്ളത്. അതിലൂടെ 1 ഗ്രാം സ്വർണം കടന്നുപോയാൽ അത് കണ്ടുപിടിക്കാൻ ആ മെഷീന് കഴിയും. പക്ഷേ കരിപ്പൂരിൽ സംഭവിക്കുന്നത്, അങ്ങനെ കടന്നുവരുന്ന സ്വർണം ഈ സ്കാനറിലൂടെ കടത്തിവിട്ടിട്ടും അത് പിടിക്കാൻ പറ്റുന്നില്ല, കാണുന്നില്ല. കാണാത്തതല്ല, കസ്റ്റംസിൽ ഉദ്യോഗസ്ഥന്മാർ ഒത്തുകളിക്കുന്നു. അങ്ങനെ ഈ സ്വർണം പുറത്തു കൊണ്ടുവരുന്നു. അറിയാമല്ലോ സ്വർണത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ, അവിടെ നിന്ന് ഏതോ ഒരു കൂട്ടർ കാരിയറുടെ കയ്യിലാണ് കൊടുക്കുന്നത്. കാരിയർക്ക് അറിയുണ്ടാവില്ല ഇതാരാണ് തന്നതെന്ന്. അവരോട് പറയും, നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന കളറുള്ള ഷർട്ടുള്ള ഒരാൾ വരും, അല്ലെങ്കിൽ ഇന്ന വാഹനം വരും, ഇന്ന നമ്പറിലുള്ള വണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന ഫോണിൽ നിന്ന് കോൾ വരും. നിങ്ങൾ അവർക്ക് കൊടുക്കുക, കിട്ടാവുന്ന പൈസ വാങ്ങിച്ചു പോയിക്കൊള്ളുക. ഇതാണ് സ്വർണ്ണക്കടത്തിന്റെ സാമാന്യമായ രീതിയായി നമ്മൾ വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സ്വർണം വരുമ്പോ അത് പിടിക്കേണ്ട ഏജൻസി കസ്റ്റംസ് ആണ്. കസ്റ്റംസ് പിടിച്ചാൽ ഇതൊരു ഇന്റർനാഷണൽ കടത്താണല്ലോ. അന്തർദേശീയ വിമാനങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്, ഡൊമസ്റ്റിക് വിമാനങ്ങളിലല്ല. ഇന്റർനാഷണൽ എയർപോർട്ടുകളിൽ നിന്നാണ് ഈ സ്വർണം വരുന്നത്. സ്വാഭാവികമായും ഇതിന്റെ മറുവശം മറ്റൊരു രാജ്യമാണ്. അവിടെ നിന്ന് ആരാണ് ഇതെത്തിച്ചത് എന്നതടക്കം അന്വേഷിക്കാൻ അധികാരമുള്ള ഏജൻസിയാണ് കസ്റ്റംസ്. ആ കസ്റ്റംസ് ഇത് അന്വേഷിക്കണം. പക്ഷേ കസ്റ്റംസിൽ ഇതൊന്നും കാണുന്നില്ല. പിന്നെ കാണുന്നതാരാ? കേരള പോലീസാണ്. സ്വർണം പുറത്തു വന്ന് കാരിയറിന് കൊടുക്കുമ്പോൾ പോലീസ് എൻട്രി ചെയ്യുന്നു. അവിടെയാണ് പോലീസ് രംഗത്ത് വരുന്നത്. അതിൽ നിന്ന് നടക്കണം. അങ്ങനെ പോലീസ് സ്വർണം പിടിച്ചാലും ആ സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിക്കുകയോ അറിയിക്കുകയാണ് ചെയ്യേണ്ടത്. ആരും ഇന്റർനാഷണൽ എയർപോർട്ട് വഴി വന്നിട്ടുള്ള ഒരു സ്വർണമാണ് എയർപോർട്ടിന്റെ പരിസരത്ത് നിന്നാണ് പിടിക്കുന്നത്, സ്വാഭാവികമായും അത് കസ്റ്റംസിന് കൈമാറണം. പക്ഷെ സംഭവിക്കുന്നതല്ല. ഇങ്ങനെ വരുന്ന സ്വർണം കാരിയറെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു സംഘം ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് സ്വർണം പൊട്ടിക്കുന്ന സംഘം. എന്താ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒടിച്ചോണ്ട് പോകുന്നല്ല. ഈ കാരിയറെ സ്വർണം ഏൽപ്പിക്കുന്നതിന് മുമ്പ് പുറത്തുനിന്ന് വരുന്ന ചില ഏജൻസികൾ, ക്രിമിനൽ സംഘങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങൾ ഇത് തട്ടിക്കൊണ്ടുപോകും. എന്താ തട്ടിക്കൊണ്ടുപോയുള്ള പ്രത്യേകത? കേസ് കൊടുക്കാൻ പറ്റില്ല. ആരെ കേസ് കൊടുക്കാൻ പറ്റുക? എന്റെ സ്വർണം എന്ന് പറയാൻ പറ്റുമോ? എന്റെ സ്വർണ്ണമാണ് ധരിക്കാനില്ല. അങ്ങനെ പിടിച്ചാൽ വേറെ കേസ്. അപ്പം മിണ്ടാതിരിക്കും. പൊട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ സ്വർണം കൊണ്ടുപോകാം. ഈ പണി ആരെടുക്കുന്നു? ഈ പണി കേരള പോലീസ് എടുക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ നടത്തുന്ന ഈ പണി കേരളത്തിലെ പോലീസ് എടുക്കുന്നു. അങ്ങനെ സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോകുന്ന സംഘങ്ങളിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നു പോലീസ് എന്ന FIR ഉണ്ടാക്കുന്നു. ആ FIR-ൽ കാണിക്കുന്ന സ്വർണത്തിന്റെ അളവ് വളരെ കുറവാണ്. നാമമാത്രമായ സ്വർണം 1, 2, 3, 4 കിലോ സ്വർണം വരുമ്പോ ആ സ്വർണത്തിൽ നിന്ന് നാമമാത്രമായ ഒരു സ്വർണം മാത്രം FIR-ൽ കണക്ക് കാണിക്കുന്നു. എന്നിട്ട് കോടതിയിൽ അത് ഹാജരാക്കുന്നു. തൊണ്ടി മുതലായി എവിടെ വകവെക്കുന്നു. ബാക്കി സ്വർണം എവിടെ പോയി? ആ സ്വർണം ഉപയോഗിച്ച് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. അതിന് ഇടനിലക്കാരായിരുന്ന സ്വർണ്ണപ്പണിക്കാർ കോടീശ്വരന്മാരായി മാറുന്നു. അനധികൃതമായ സ്വത്ത് സമ്പാദിക്കുന്നു എന്നത് തെളിവടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ അതിൽ പോലീസ് അന്വേഷണം നടക്കാത്തത്? ആരാണ് സ്വർണം കണ്ടത്? ആർക്കാണ് സ്വർണം കൊണ്ടുവന്നത്?
ആരാണ് ഈ ശക്തികൾ എന്ന കാര്യം അന്വേഷിക്കണ്ടേ? ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണ്ടേ? അല്ലെങ്കിൽ ഒരു ഉന്നതമായ അന്വേഷണം നടത്തണ്ടേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് RSS വൽക്കരണം മാത്രമല്ല, കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ഈ RSS പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു ക്രിമിനൽ ഒരു പോലീസിംഗ് കൂടി കേരളത്തിൽ സമാന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനത്തെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നവന് തീവ്രവാദിയാക്കുക. എന്തായാലും കാരണം RSS ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നരേഷൻ ഉണ്ട്. ആ നരേഷൻ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ കള്ളക്കടത്തുകാരാണ്, മുസ്ലിങ്ങൾ കള്ളപ്പണക്കാരാണ്, മുസ്ലിങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരാണ് എന്നൊരു നരേഷൻ RSS നിർമ്മിച്ചിട്ടുണ്ട്. ആ നിർമ്മിക്കപ്പെട്ട RSS നരേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആ നരേഷൻ ഉപയോഗിച്ചുകൊണ്ട് ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് തൃശൂരിൽ ഈ കൊടുക്കൽ വാങ്ങൽ നടന്നത്. തൃശൂർ ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, തൃശൂരുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യമുണ്ട്. കൊടകരയിലെ കള്ളപ്പണം പിടിച്ച് നിങ്ങൾക്കറിയാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പ്രതിയായ ഒരു കള്ളപ്പണ ഇടപാടുണ്ട് കൊടകരയിൽ പിടിച്ചത്. കണക്കില്ലാത്ത പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി BJP കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപ അബദ്ധത്തിൽ പോലീസിന്റെ കയ്യിൽപ്പെട്ടു. അതിന്റെ അന്വേഷിക്കുമ്പോൾ അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനാണ് എത്തി നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കൊടകര കേസ് എവിടെയാ? കൊടകര കേസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടോ? എന്റെ അതിന്റെ പ്രതിയായ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇതിന്റെ പ്രതിയായ സുരേന്ദ്രനെ ചോദ്യം ചെയ്തില്ല? ആരാണ് ഈ പണം കൊണ്ടുവന്നത്, എവിടെ നിന്നാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. ആ കേസ് ഇപ്പോൾ ഫ്രീസറിലാണ്. കൊടകര കേസ് ഇപ്പുറത്ത് ഫ്രീസറിൽ, അപ്പുറത്ത് കരിവന്നൂർ ബാങ്ക് കേസും ഫ്രീസറിൽ. കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ, ഇല്ലാത്ത ലോണുകൾ കാണിച്ചുകൊണ്ട് ആളുകൾ പൈസ ഉണ്ടാക്കി, ജനങ്ങളുടെ പണം അധ്വാനിച്ച പാവപ്പെട്ടവന്റെ പണം അപഹരിച്ചു കൊണ്ടുപോയ കേസാണ് കരിവന്നൂർ ബാങ്ക് കേസ്. ആ കരിവന്നൂർ ബാങ്ക് കേസിൽ കേന്ദ്ര ഏജൻസികൾ, നിരവധി ഏജൻസികൾ അന്വേഷണം നടത്തി. എവിടെയാണ് ഇപ്പൊ അന്വേഷണം? കരിവന്നൂർ ബാങ്കില് ഈ കള്ളപ്പണത്തിന്റെ കേസ്, ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് അന്വേഷിച്ച് ED എവിടെ? അതന്വേഷിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ? എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത്? അദ്ദേഹം നടന്നല്ലോ, വണ്ടി ഉരുട്ടിക്കൊണ്ട് നടന്നല്ലോ. ഈ കേസ് ഞങ്ങൾ കണ്ടുപിടിക്കും, ഇതിലെ പ്രതികളെ ഞങ്ങൾ പിടിക്കും, പാവപ്പെട്ട എല്ലാവർക്കും പൈസ കിട്ടും എന്ന് പറഞ്ഞ് ഈ തൃശ്ശൂരുകാരെ പറ്റിച്ചതല്ലാതെ കരിവന്നൂർ കേസ് ഒരു ചുവട് മുന്നോട്ട് പോയില്ല. നിങ്ങൾക്കറിയാം, ഇത് കൊടുക്കൽ വാങ്ങലാണ്, ഇത് ഡീലാണ്. കരിവന്നൂർ അങ്ങോട്ട് കൊടുക്കുന്നു, കൊടകരയും ഇങ്ങോട്ട് കൊടുക്കുന്നു. കൊടകരയും കരിവന്നൂരും വെച്ച് ഡീല്. അപ്പോൾ സമാസമം. നമ്മൾ നിങ്ങളെ അന്വേഷിക്കൂല, നിങ്ങൾ നമ്മളെ അന്വേഷിക്കരുത്. ഈ കൊടുക്കൽ വാങ്ങൽ കേരളത്തിൽ സംഘപരിവാറും RSSും BJPയും CPMും ചേർന്ന് ഈ കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സത്യമാണ് കേരളത്തിലെ ജനങ്ങളോട് വെൽഫെയർ പാർട്ടി തുറന്നു പറയുന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതാ കേസിൽ മാത്രം നിർത്തുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത്, മുഖ്യമന്ത്രിയുടെ മകൻ ഉൾപ്പെട്ട എക്സാലോജി കേസ്, അതേപോലെ തന്നെയുള്ള നിരവധി കേസുകളുണ്ട്. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും നിലനിൽ നിൽക്കുന്ന അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന നിരവധി കേസുകളുണ്ട്. ലാവ്ലിൻ കേസുണ്ട്, മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ലാവ്ലിൻ കേസുണ്ട്. ഈ കേസുകളെല്ലാം മരവിച്ചിരിക്കുകയാണ്. ഈ കേസുകളിൽ നിന്നും അന്വേഷണമില്ല. RSSന്റെ ഭരണകൂടം ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ വേട്ടയാടണമെന്നല്ല വെൽഫെയർ പാർട്ടി പറയുന്നത്. മറിച്ച് നിങ്ങൾ പ്രതിസ്ഥാനത്തെത്തിയ കേസുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് തന്നെ BJPക്ക് വിട്ടുകൊടുക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഇടതുപക്ഷത്തോട് ഞങ്ങൾ പറയുന്നത്. ഈ കൊടുക്കൽ വാങ്ങലുകൾ പ്രിയമുള്ളവരെ നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല. അത് ചോദ്യം ചെയ്യുമ്പോൾ ചാപ്പ മുത്തിയാൽ ആ ചാപ്പയ്ക്കുള്ളിൽ ഞങ്ങൾ പെട്ടുപോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾ ഉയർത്തുന്ന ഏത് മുദ്രകളെയും ഭേദിച്ചുകൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യ തെരുവിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. സഖാവ് പിണറായി, നിങ്ങൾ വെള്ളം കുടിച്ച് ക്ഷീണിക്കുകയുള്ളൂ, നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞ് ക്ഷീണിക്കുകയുള്ളൂ. ഞങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ഈ നാടിനു വേണ്ടിയുള്ള ചോദ്യമാണ്, ഇത് കേരളത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്, ഇത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ ഒരു ജനാധിപത്യ തുരുത്തായി കേരളം ബാക്കിയാകണം. സംഘപരിവാറിന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ ജനാധിപത്യ കേരളം ബാക്കി
രക്തസാക്ഷിയാകണം. അതിനെ ഒറ്റുകൊടുക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആ ഒറ്റുകൊടുക്കലിന് കൂടെ നിൽക്കുകയാണ് CPM-ന്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രക്തസാക്ഷികളെയാണ് വഞ്ചിക്കുന്നത്. അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുന്ന വിദ്യയുണ്ടല്ലോ. ഞങ്ങൾ രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണ്. RSS-മായി ഏറ്റുമുട്ടി നൂറുകണക്കിന് സഖാക്കൾ രക്തസാക്ഷിത്വം വഹിച്ച പാർട്ടിയാണ് എന്ന് നിങ്ങൾ പറയുന്നത്, ഇങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് ചോദിക്കാതിരിക്കാനാ. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് നൂറുകണക്കിന് രക്തസാക്ഷികൾ RSS-ന്റെ കത്തിമുനമ്പിൽ കത്തിത്തുമ്പിൽ ചോരയിച്ചു വീണ നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ജീവത്യാഗത്തെയാണ് പിണറായി വിജയൻ ഒറ്റുകൊടുക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. RSS-നെതിരെ പൊരുതി വലിച്ച സഖാക്കളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുവദിക്കാൻ പാടില്ല. അത് ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ അനുവദിക്കാൻ പാടില്ല. അത് ഉന്നയിച്ചുകൊണ്ടിരിക്കും, അത് ചോദിച്ചുകൊണ്ടിരിക്കും. അത് ചോദിക്കുമ്പോ അസ്വസ്ഥപ്പെട്ട് എന്തെങ്കിലും മുദ്രയുമായി വന്നിട്ട് കാര്യമില്ല. റിയാസിനോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ സഖാവാകണം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകണം. കേവലം മരുമകനായി റിയാസ് അതപ്പതിക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്. CPM-ന്റെ നേതാക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. നിങ്ങൾ സഖാക്കളാകണം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാകണം. കേരളത്തിൽ ഒറ്റുകൊടുക്കുന്ന ഈ അപകടകരമായ കച്ചവടത്തെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരണം. അതിന് മുന്നോട്ട് വന്നില്ല എങ്കിൽ കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും. നിങ്ങളുടെ അടിയാധാരമടക്കം സംഘപരിവാർ കൊണ്ടുപോകും. ബംഗാളിൽ സംഭവിച്ചത്, ത്രിപുരയിൽ സംഭവിച്ചത്, സഖാക്കൾ സംഘപരിവാറുകാരായി, പാർട്ടി ഓഫീസുകൾ സംഘപരിവാറിന്റെ ഓഫീസുകളായി മാറി. ഈ അപകടം കേരളത്തിൽ സംഭവിക്കരുത്. അതുകൊണ്ട് ഈ പോരാട്ടം കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടാകില്ല, നിങ്ങൾക്ക് അതിനുള്ള ആഭ്യന്തര അന്തരീക്ഷം ഉണ്ടാകില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്തമില്ല. സഖാവ് പിണറായി വിജയന്റെ കണ്ണുനിട്ടലുകൾക്ക് മുമ്പിൽ പാർട്ടി സഖാക്കൾ കീഴടങ്ങുന്നത് പോലെ കേരളത്തിലെ അഭിമാനമുള്ള ജനാധിപത്യ പോരാളികൾ കീഴടങ്ങുമെന്ന് അദ്ദേഹം വിചാരിക്കേണ്ട. അതുകൊണ്ട് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം. അപകടകരമായ നെക്സസിനെ, ഈ കള്ളക്കമ്പനിക്കാരെ തുറന്നു കാണിക്കണം. സംഘപരിവാർ പോലീസിലെ സംഘപരിവാർ ശാഖ പിരിച്ചുവിടണം. കേരള പോലീസിലെ സംഘപരിവാർ ശാഖ പിരിച്ചുവിടണം. അതിലെ കാര്യമാകുമാരെ പുറത്തു കൊണ്ടുവരണം. അവർ നടത്തിയ മുഴുവൻ ക്രിമിനൽ പ്രവർത്തനങ്ങളും കേരളത്തിലെ അന്വേഷണത്തിലൂടെ കൊണ്ടുവരണം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പാലായിപ്പുറം കേസുണ്ട്, അലൻതാഹയുടെ കേസുണ്ട്, അതേപോലെ ഒരുപാട് UAPA കേസുകളുണ്ട്. ഇങ്ങനെയുള്ള കേസുകളാണ് ഒരുപാട് കേസുകൾ. അതെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് കേരളത്തിൽ മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ അതിശക്തമായി തുടരേണ്ടതുണ്ട്. അതുമായി നമുക്ക് മുന്നോട്ട് പോകണം. ആ ഉത്തരവാദിത്തമാണ് വെൽഫെയർ പാർട്ടി കേരളത്തിന് മുന്നിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ അപമാനിച്ച് ഇല്ലാതാക്കി കളയാമെന്നൊന്നും ഒരു പിണറായി വിജയനും കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോ ADGP ഉണ്ടല്ലോ, ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ എലത്തൂരിലെ ഈ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു, ഒരു പ്രതിയെ പെട്ടെന്ന് രംഗത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അജിത് കുമാർ പറഞ്ഞത് ഷാരൂഖ് സൈഫി എവിടെ നിന്നാണ് വന്നതെന്നറിയുമോ? അദ്ദേഹം ഷാഹീൻ ബാഗിൽ നിന്നാണ് വന്നത്. ഷാഹീൻ ബാഗ് എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ ഹാച്ചറിയാണ്. ആ ആള് വന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഇതേ ഗതിയാണ് ഇപ്പൊ അൻവറിനും പറ്റിയത്. അൻവർ ചൂണ്ടിക്കാണിച്ചപ്പോ അജിത് കുമാർ ഷാരൂഖ് സൈഫിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അൻവറിന്റെ പശ്ചാത്തലം ഏതാണെന്നറിയാമോ? അൻവർ എവിടുന്നാ വരുന്നതെന്നറിയാമോ? അൻവറിന്റെ ജില്ല ഏതാണെന്നറിയാമോ? ഇതാ ഞാൻ പറഞ്ഞത്. MR അജിത് കുമാറിന്റെ അതേ സ്ക്രിപ്റ്റാണ് പിണറായി വിജയൻ ഉപയോഗിക്കുന്നത് എന്നതിന്റെ മറ്റൊരു തെളിവാണ് ഈ സമീകരണം. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ശബ്ദം പോലെ ഏതോ ഒരു സിനിമയിലുണ്ട്, ശബ്ദം മാറിയപ്പോ എന്റെ ശബ്ദമാണ് നിന്റെ ശബ്ദം, അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഒരേപോലെ ഇരിക്കുന്ന സിനിമകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ആ സിനിമയൊന്നും കണ്ട് സമയം കളയേണ്ട. സംഘപരിവാറിന്റെയും പിണറായി വിജയന്റെയും ശബ്ദം അവരുടെ സ്ക്രിപ്റ്റ് കണ്ടാൽ മനസ്സിലാകും. ഈ ശബ്ദം ഒരേ ശബ്ദമാ, പണ്ടെങ്ങോ കേട്ട ശബ്ദമാ. RSS-ൽ നിന്ന് കേൾക്കുന്ന ശബ്ദം പിണറായി വിജയൻ നിന്ന് കേൾക്കുമ്പോ അത് അങ്ങനെ തന്നെയാണെന്ന് പറയാനുള്ള ആത്മവിശ്വാസവും തന്റെ ഇടവും ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് ആ കടമ ഞങ്ങൾ നിർവഹിക്കും. ആ ദൗത്യവുമായി മുന്നോട്ട് പോകും. സംഘപരിവാറിന്റെ കൈപ്പിടിയിൽ നിന്ന് കേരളത്തെ വിമോചിച്ചെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ പ്രിയപ്പെട്ട നാട്ടുകാർ, മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ, സവിശേഷമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ, CPM പ്രവർത്തകരടക്കം ഇതിൽ അണിചേരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.